ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 18% കുറയ്ക്കാൻ തീരുമാനമായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും ബഹളം. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ആലപ്പുഴയിൽ സന്ദർശനം ആരംഭിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണയായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 18% കുറയ്ക്കാൻ തീരുമാനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതിന് ശേഷം സമൂഹമാധ്യമത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 140 കോടി ഇന്ത്യൻ ജനതയുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തുന്നതായും ശ്രീ മോദി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വം ലോക സമാധാനത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിലെ മനോഹര ബന്ധം ഇനിയും ശക്തിപ്പെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളാണെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചരിത്രപരമായ വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യ US വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപരമായ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്നും സാമ്പത്തിക ബന്ധം അഭൂതപൂർവമായ ഉയരങ്ങളിലെത്തിക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ശക്തമായ വ്യാപാര ബന്ധത്തിനും പരസ്പര വളർച്ചയ്ക്കും കരാർ വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ശക്തിപ്പെടുത്താൻ കരാർ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കരാറിനെ സ്വാഗതം ചെയ്ത കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കർഷകർക്കും MSMEകൾക്കും സംരംഭകർക്കും തൊഴിലാളികൾക്കും ഇത് ഗുണകരമാകുമെന്ന് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക ബന്ധത്തിലെ നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടു. വ്യാപാര കരാർ ഇരു കൂട്ടർക്കും ഗുണകരമാകുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമാധാനത്തിനും വികസനത്തിനുമായി പ്രവർത്തിക്കാൻ ഇത് വലിയ സാധ്യതകൾ തുറന്നു നൽകുമെന്നും വ്യക്തമാക്കി. വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലെയും സമ്പദ് വ്യവസ്ഥകൾക്കും ജനങ്ങൾക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര അറിയിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭാ നടപടികൾ ആദ്യം 12 മണിവരെ നിർത്തിവെച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തുടരാനായില്ല. സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. प्रश्नकाल के अंदर नियोजित तरीके से सदन के अंदर नारेबाजी करते हैं, ये उचित है क्या? आप सदन चलने दें. महामहिम राष्ट्रपति जी के अभिभाषण पर चर्चा होगी, बजट पर चर्चा होगी, सभी मान्य सदस्यों को पर्याप्त मौका मिलेगा. അന്തരിച്ച മുൻ MP സ്വരൂപ് സിംഗ് ഹിരിയ നായിക്കിന് ലോക്സഭ ചരമോപചാരം അർപ്പിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ US വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പുതുതായി ചുമതലയേറ്റ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന് പാർലമെന്ററി പാർട്ടി യോഗം ആശംസകൾ നേർന്നു. ഒഡീഷ സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ബാലസോറിൽ ഫക്കീർ മോഹൻ സർവകലാശാലയുടെ 12ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കും. ജജാപൂരിലെ മാബി രാജ ക്ഷേത്രം രാഷ്ട്രപതി ഇന്ന് സന്ദർശിച്ചു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും രാഷ്ട്രപതി ഇന്ന് ദർശനം നടത്തും. 6 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീമതി മുർമു ഇന്നലെ രാത്രിയാണ് ഒഡീഷയിലെത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ചു ചേർത്ത ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. മുതിർന്ന US ഉദ്യോഗസ്ഥരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശുദ്ധോർജ്ജ പരിവർത്തനം, നിർണായക ധാതുക്കളിലെ തന്ത്രപരമായ സഹകരണം എന്നിവ മന്ത്രിതല യോഗം ചർച്ച ചെയ്യും.
മഹാരാഷ്ട്രയിലെ പാൽഘറിൽ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ തുരങ്കത്തിന്റെ ബ്രേക്ക് ത്രൂ വിജയകരമായി പൂർത്തിയായതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയിലെ പ്രധാന നാഴികകല്ലാണ് ഇത്. പദ്ധതിയുടെ കീഴിൽ 334 കിലോമീറ്റർ വയഡക്റ്റും 417 കിലോമീറ്റർ പിയർ നിർമ്മാണവും പൂർത്തിയായതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയെ അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഇന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സഭാ നടപടികളുമായി തങ്ങൾ സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. സ്പീക്കറുടെ മുന്നിൽ ബാനർ ഉയർത്തിയും പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചുമായിരുന്നു പ്രതിഷേധം. ഇതിനിടെ സ്പീക്കറുടെ ഡയസിന് മുന്നിലുള്ള അഴികൾക്ക് മുകളിലൂടെ ചാടിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗത്തെ വാച്ച് ആൻഡ് വാർഡ് നീക്കം ചെയ്യുകയും സ്പീക്കർ സഭ നിർത്തിവെച്ച് പോകുകയും ചെയ്തു. തുടർന്ന് സഭ പുനരാരംഭിച്ചപ്പോഴും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയായിരുന്നു. വാച്ച് ആൻഡ് വാർഡ് ബാനർ പിടിച്ചു വാങ്ങിയപ്പോഴാണ് പ്രതിപക്ഷം അകത്തേക്ക് കയറിയതെന്ന് ബഹിഷ്കരണം പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വാച്ച് ആൻഡ് വാർഡ് ഒന്നും ചെയ്തില്ലെന്നും സ്പീക്കർക്ക് വേണമെങ്കിൽ വാച്ച് ആൻഡ് വാർഡിന് നിർദ്ദേശം നൽകാമായിരുന്നു എന്നുമായിരുന്നു സ്പീക്കർ AN ഷംസീർ പറഞ്ഞത്. അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ബജറ്റിന്മേലുള്ള ചർച്ചകൾ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് ആലപ്പുഴയിലെത്തി. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു ഖേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് മൂലം വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. വിമാനങ്ങളുടെ പുതുക്കിയ സമയ വിവരങ്ങൾ അറിയാൻ അതത് എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്ന് ഡൽഹി വിമാനത്താവള അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതിനാൽ ഉത്തർപ്രദേശിൽ നാളെ വരെ ഓറഞ്ച് ജാഗ്രതയാണ്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. ഉച്ചയ്ക്ക് 2-ന് അസമിലെ സിലാപത്തർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ബിയിലെ 5 മത്സരങ്ങളിൽ 3 ജയിച്ച് 10 പോയിന്റുമായി ഒന്നാം സ്ഥാനക്കാരായാണ് കേരളം അവസാന 8-ൽ എത്തിയിരിക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വഡോദരയിലെ BCA സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. ഇന്നത്തെ വിജയികൾ വ്യാഴാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 2280 പോയിന്റ് ഉയർന്ന് 83,946-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 695 പോയിന്റ് വർദ്ധിച്ച് 25,784-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. പവന് വില രാവിലെ 1,11,280 രൂപയായി കുറഞ്ഞെങ്കിലും പിന്നീട് വർദ്ധിച്ച് 1,12,880 രൂപയായി. ഗ്രാമിന് 14,110 രൂപയാണ് നിലവിലെ വില. മോശം കാലാവസ്ഥയെ തുടർന്ന് റോഡ് വിമാന ഗതാഗതം തടസ്സപ്പെട്ടതോടെ വൈഷ്ണോദേവി കത്രയ്ക്കും ശ്രീനഗറിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്കായി റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. കത്രയ്ക്കും ശ്രീനഗറിനും ഇടയിൽ ഇന്നും നാളെയുമായി 4 റിസർവ്ഡ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 18% കുറയ്ക്കാൻ തീരുമാനമായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും ബഹളം. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ആലപ്പുഴയിൽ സന്ദർശനം ആരംഭിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3-ന്.